സദൃശവാക്യങ്ങളുടെ പഠനം നാം തുടരവേ ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. സദൃശവാക്യത്തിൽ ഉടനീളം നാം ധ്യാനിച്ചതായിട്ടുള്ള 2-3 അടിസ്ഥാന ചോദ്യങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. അതിലൊന്ന്, ആരാണ് ജ്ഞാനി, ആരാണ് മൂഢൻ? അധരങ്ങളെക്കുറിച്ച് പലയാവർത്തി നാം ധ്യാനിച്ചു. ജ്ഞാനിയുടെ അധരങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? പരിജ്ഞാനം വിതറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൂഢൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ്? നേരുള്ളതല്ലാത്തൊരു ഹൃദയം, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? പരിജ്ഞാനം വിതറുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒന്നാമതായി നമുക്കിന്ന് വീണ്ടും ഒരുമിച്ച് ധ്യാനിക്കേണ്ടത് ആരാണ് ജ്ഞാനി എന്നുള്ളതാണ്. എന്താണ് പരിജ്ഞാനത്തിൻ്റെ നിദാനം? ജ്ഞാനി പകർന്നു നൽകുന്ന പരിജ്ഞാനം എന്താണ്? തൻ്റെ ജീവിതത്തിലെ സവിശേഷമായ ആ വ്യത്യസ്തതകൾ എന്തെല്ലാമാണ്? ഒന്നാമതായി, ജ്ഞാനി അറിവ് നേടുന്നവനാണ്. തുടർച്ചയായി പഠിക്കുവാൻ ശ്രമിക്കുന്നവനാണ്. ജ്ഞാന സമ്പാദനം നിരന്തരമായ ഒരു തപസ്യയാണെന്ന്, ഒരു യാത്രയാണെന്ന്, അത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് ഒരു മാർഗമാണെന്ന് ബോധ്യമുള്ള ജ്ഞാനി വിനയത്തോടെ എന്നും അറിവ് നേടുവാൻ സന്നദ്ധനായിരിക്കും. മൂഢനിൽ നിന്ന് വ്യത്യസ്തമായി അടയ്ക്കപ്പെട്ടവനല്ല ജ്ഞാനി. തുറവിയുടെ അനുഭവമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അവൻ പകർന്നു നൽകുന്ന പരിജ്ഞാനത്തിൽ പ്രധാനപ്പെട്ടത് ജീവിതം നിരന്തര പാഠങ്ങളാണ്. ജ്ഞാനസമ്പാദനം വായനയിലൂടെയാകാം, പഠനത്തിലൂടെയാകാം, യാത്രയിലൂടെയാകാം, അനുഭവത്തിലൂടെയാകാം. പക്ഷേ നിരന്തരം ജ്ഞാനസമ്പാദനത്തിന് തുറക്കപ്പെട്ടവരായിരിക്കണം നാം എന്ന യാഥാർത്ഥ്യം. ജ്ഞാനിയുടെ രണ്ടാമത്തെ പ്രത്യേകത, എളിമയുള്ളവനായ അവനെ പഠിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അവൻ്റെ തന്നെ പരിമിതികളെ ജ്ഞാനമുള്ളവൻ മനസ്സിലാക്കുന്നു. തിരുത്തലുകൾ ആവശ്യമുള്ളിടത്ത് തിരുത്തലുകൾക്ക് അവനെന്നും സന്നദ്ധനായിരിക്കുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. പരിമിതികൾ മനസ്സിലാക്കുമ്പോഴാണ് വളർച്ചയ്ക്ക് സാധ്യതയുണ്ടാകുന്നത്. തെറ്റുകൾ, കുറവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് സമ്മതിക്കുവാനുള്ള വിനയം നമുക്കുണ്ടാകുമ്പോഴാണ് നാം പരിജ്ഞാനത്തിന് പ്രാപ്യരായിത്തീരുന്നത്. ജ്ഞാനിയുടെ ജീവിതത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകതയാണത്. മൂന്നാമത്, ജ്ഞാനിയുടെ ജീവിതം, മൊഴികൾ പരിജ്ഞാനം വിതറുന്നു എന്ന പശ്ചാത്തലത്തിൽ ആരാണ് ജ്ഞാനി എന്ന് നാം ചോദിക്കുമ്പോൾ, വിവേചന ബുദ്ധിയെ ശരിയായി ഉപയോഗിക്കുവാൻ കഴിയുന്നവനാണ് ജ്ഞാനി. സൂക്ഷ്മമായ ചിന്ത, അനുഭവ സമ്പത്ത്, നീതിബോധം ഇവയുടെ അടിസ്ഥാനത്തിൽ ഓരോ പശ്ചാത്തലത്തിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ,
വിവേചനത്തോടുകൂടി യുക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ജ്ഞാനിക്ക് കഴിയുന്നു എന്നത് ശ്രദ്ധേയമാണ്. വളരെ ചിന്തിച്ച് സാവധാനതയോടുകൂടി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നീതിയും സത്യവും കൈവിട്ട് കളയാതെ ജ്ഞാനി തീരുമാനങ്ങൾ ശരിയായിട്ടെടുക്കുവാൻ കഴിയുന്നവനാണ്. ആ പരിജ്ഞാനമാണ് അവന്റെ മൊഴികൾ വിതറുന്നത്. ജ്ഞാനിയുടെ ജീവിതത്തിലെ നാലാമത്തെ പ്രത്യേകത അവന്റെ വൈകാരിക സന്തുലിതാവസ്ഥയാണ്. വ്യത്യസ്തങ്ങളായ വ്യക്തിത്വ സ്വഭാവങ്ങളാണ് ഓരോ മനുഷ്യന്റെയും പ്രത്യേകത. വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരോട് ചേർന്ന് ധാരണയോടുകൂടി പ്രതികരിക്കുവാനായി, പ്രവർത്തിക്കുവാനായി ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് കഴിയുന്നു. അവരനെ മനസ്സിലാക്കുവാൻ, അവരൻ്റെ പ്രതികരണങ്ങൾ അവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രതിസ്ഫുരണങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ ജ്ഞാനിക്ക് ആവശ്യമായ വിവേകം എന്നും ഉണ്ടായിരിക്കും. അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സഹാനുഭൂതിയാണ്. യോജിപ്പുകളും വിയോജിപ്പുകളും ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ, വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും യോജിക്കാവുന്നിടങ്ങളിൽ യോജിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുവാൻ, മറ്റുള്ളവരുടെ ചിന്തകളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും മാനിക്കുവാൻ, ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവ ബന്ധങ്ങളെ ബാധിക്കാതെ സൂക്ഷിപ്പാൻ ജ്ഞാനിക്ക് കഴിയുകയും അവൻ്റെ മൊഴികളിൽ അതവൻ പകർന്നു നൽകുകയും ചെയ്യും. അഞ്ചാമത്, ഒരു ജ്ഞാനി നല്ല കേൾവിക്കാരനാണ്. ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ അവനെന്നും തയ്യാറുള്ളവനാണ്. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാൻ, മൗനിയായിരുന്ന് പ്രപഞ്ചത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുവാൻ, തന്നെക്കാൾ ജ്ഞാനമുള്ളവർ പറയുന്നത് കേൾക്കുവാൻ, അല്ല മറ്റുള്ളവർ ആരാണെങ്കിൽ തന്നെയും അവരെ ഇകഴ്ത്താതെ അവരിൽ ഓരോരുത്തരിൽ നിന്നും തനിക്ക് പഠിക്കുവാൻ പാഠങ്ങളുണ്ട് എന്ന് അവരിൽ എല്ലാവരിലും പാഠങ്ങൾ പഠിക്കുവാനുള്ള സന്നദ്ധതയാണ്, ശ്രദ്ധ വെച്ച് കേൾക്കുവാനുള്ള സന്നദ്ധതയാണ് ജ്ഞാനിയെ വ്യത്യസ്തനാക്കുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത സവിശേഷത സത്യസന്ധതയാണ്. ഉത്തരവാദിത്വ ബോധത്തോടെ അവൻ്റെ ദൗത്യത്തെ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുവാൻ, ശക്തമായ ധാർമ്മിക ബോധത്തോടെ ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കുവാൻ ജ്ഞാനി എപ്പോഴും സന്നദ്ധനാണ്. എന്താണ് ഒരു ജ്ഞാനിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത? വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ഭവിഷ്യത്തുകളെ മുൻകാണുവാനായിട്ട് ജ്ഞാനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത. ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ പരിണിത ഫലം ഉണ്ടായിരിക്കും. ആ പരിണിത ഫലങ്ങളെ മുൻകാണുവാനും അത് അപകടങ്ങളിലേക്ക് സൂചനകൾ കാട്ടുകയാണെങ്കിൽ ഗതിമാറ്റത്തിലൂടെ ആ അപകടങ്ങൾ ഒഴിവാക്കുവാൻ, ശരിയായ തീരുമാനങ്ങളിലൂടെ ആ അപകടങ്ങൾ ഒഴിവാക്കുവാൻ, അപകടങ്ങളിലേക്ക് സ്വയം ചെന്ന് ചാടാതിരിപ്പാൻ ജ്ഞാനി എപ്പോഴും ശ്രദ്ധിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം. ജ്ഞാനി ക്ഷമാശീലമുള്ള വ്യക്തിയാണ്. ഒരു കാര്യത്തിലും അനാവശ്യമായി തിരക്ക് കൂട്ടാത്തവൻ. ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആ തീരുമാനങ്ങൾ വളരെ ചിന്തിച്ചതിന് ശേഷം, അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് നിർണയിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നവൻ. ഒരു കാര്യത്തോട് പ്രതികരിക്കേണ്ടി വരുമ്പോൾ ആ പ്രതികരണം ആ നിമിഷത്തിൻ്റെ നൈമിഷികതയിലുള്ള ഒരു പ്രതികരണമാകാതെ വിവിധ വശങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുവാൻ കഴിയുന്നവൻ. കണ്ണിനു കാണുവാൻ കഴിയുന്നതിനപ്പുറത്താണ് സത്യത്തിൻ്റെ യാഥാർത്ഥ്യമെന്ന ബോധ്യമുള്ളവൻ. കാതിന് കേൾക്കുന്നതിനപ്പുറമാണ് സത്യമെന്ന തിരിച്ചറിവുള്ളവൻ. ആ കാഴ്ചകൾക്കപ്പുറമുള്ള ഉൾക്കാഴ്ചകളെ അന്വേഷിക്കുന്നവനാണ് ജ്ഞാനി എന്ന് നാം തിരിച്ചറിയണം. ജ്ഞാനി അതുകൊണ്ട് തന്നെ പരിജ്ഞാനം വിതറുന്നത് പ്രശ്ന പരിഹാരി എന്ന നിലയിൽ കൂടിയാണ്. വെല്ലുവിളികളെ നേരിടുമ്പോൾ അത് സർഗാത്മകമായി വിഭവബോധ്യത്തോടുകൂടെ
ശാന്തതയോടുകൂടി പ്രതികരിക്കുവാൻ, ആ പ്രതികരണത്തിലൂടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ ജ്ഞാനി എപ്പോഴും ശ്രദ്ധിക്കുന്നു. ന്യായമായത്, ധർമ്മബോധമുള്ളത്, സുസ്ഥിരമായത് അവൻ അവൻ്റെ നാവുകളിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ജ്ഞാനിയുടെ ജീവിതത്തിൻ്റെ മറ്റൊരു സവിശേഷത, പരപ്രേരണയില്ലാതെ തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ അവൻ്റെ ജീവിതഗതിയെ നയിക്കുന്നു എന്നുള്ളതാണ്. ക്ഷണികമായ വികാരങ്ങൾക്ക് അവൻ അടിമപ്പെടുന്നില്ല. താൽക്കാലിക ലാഭം അവനെ പ്രലോഭിപ്പിക്കുന്നില്ല. ബാഹ്യ സമ്മർദ്ദങ്ങളിൽ അവൻ വശംവദനാകുന്നില്ല. പകരം തത്വധിഷ്ഠിതമായ പ്രതികരണങ്ങളിലൂടെ, തത്വാധിഷ്ഠിതമായ തീരുമാനങ്ങളിലൂടെ അവൻ ശരിയുടെ പക്ഷം നിൽക്കുവാൻ എന്നും സന്നദ്ധനാണ്. നീതിക്കു വേണ്ടി അതൊറ്റയ്ക്കാണെങ്കിൽ പോലും നിലപാടുകൾ എടുക്കുവാൻ തയ്യാറുള്ളവനാണ് യഥാർത്ഥ ജ്ഞാനി. വ്യക്തിഗത നേട്ടം മാത്രമല്ല ജ്ഞാനിയുടെ ലക്ഷ്യം. അതെല്ലാവരുടെയും നന്മയാണ്, സമൂഹത്തിൻ്റെ നന്മയാണ്. മറ്റുള്ളവരെ ഉയർത്തുവാൻ, മറ്റുള്ളവരെ ശാക്തീകരിക്കുവാൻ ജ്ഞാനി എപ്പോഴും ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ സേവന മനസ്കത, അവൻ്റെ ധർമ്മബോധം ആ വ്യക്തിയുടെ വാക്കുകളിലൂടെ പരിജ്ഞാനം പരിലസിപ്പിക്കുന്ന അനുഭവമായി മാറുന്നത്. ജ്ഞാനി വിതറുന്ന ഈ പരിജ്ഞാനം അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള പരിജ്ഞാനമാണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ജ്ഞാനിയുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നുവെന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പരിജ്ഞാനമാണ് ഈ ജ്ഞാനി വിതറുന്നത് എന്ന് വീണ്ടും ശ്രദ്ധ വെച്ച് നാം ചോദിക്കണം. ഈ പരിജ്ഞാനത്തിൻ്റെ ആദ്യ തലം അത് ദൈവിക ജ്ഞാനമാണ്. ലോകത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളുടെ മധ്യേയും ദൈവിക ജ്ഞാനം, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, ദൈവസാന്നിധ്യ ബോധത്തിൻ്റെ പൊരുൾ തിരിച്ചറിയുവാൻ, കൃപയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ആഴമേറിയ അർത്ഥതലങ്ങൾ തിരിച്ചറിയുവാൻ, ദൈവനീതി അതിൻ്റെ ആഴങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ജ്ഞാനം. ആ ജ്ഞാനമാണ് ജ്ഞാനി പങ്കുവയ്ക്കുന്നത്. ഈ ജ്ഞാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നീതിബോധമാണ്, ധർമ്മബോധമാണ്. ധർമ്മജ്ഞാനം, മോറൽ നോളജ്, ശരി തെറ്റുകളെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവാണ് ഇവിടെ നാം കാണുന്നത്. എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും വ്യക്തമായി തിരിച്ചറിയുവാനും ശരി തിരഞ്ഞെടുക്കുവാനും ജ്ഞാനിക്ക് കഴിയുന്നു. ഈ ജ്ഞാനത്തിൻ്റെ അടുത്ത തലം ആത്മജ്ഞാനമാണ്. സെൽഫ് അവയർനെസ്, സെൽഫ് നോളജ്. സ്വന്തം കഴിവുകളെക്കുറിച്ചും സ്വന്തം പരിമിതികളെക്കുറിച്ചുമുള്ള തിരിച്ചറിവ്. താൻ ആരാണ്? തൻ്റെ കഴിവുകൾ എന്തെല്ലാമാണ്? തൻ്റെ പരിമിതികൾ എന്തെല്ലാമാണ്? തൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ് എന്ന് വിനയത്തോടെ ഞാൻ തിരിച്ചറിയുന്നു. എവിടെയൊക്കെയാണ് താൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത്? എവിടെയൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമായിരിക്കുന്നത്? ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്തിൽ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നത് ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് തിരിച്ചറിയുവാൻ, വിനയത്തോടുകൂടി ആ ആത്മജ്ഞാനം അന്വേഷിക്കുവാൻ, ഉള്ളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യ ബോധത്തിൽ സ്വയം തിരിച്ചറിയുവാൻ, പൗലോസിനെ പോലെ ഒടുവിൽ ഞാനല്ല, ഇനി ഞാനല്ല, യേശുവത്രേ എന്നിൽ വാഴുന്നു എന്ന് പറയുവാൻ കഴിയുന്നത്ര അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആത്മജ്ഞാനം. ഈ ജ്ഞാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് മനഃശാന്തിയുടെ ജ്ഞാനമാണ്. ദ വിസ്ഡം ഓഫ് പീസ്. പ്രക്ഷുബ്ധമായൊരു ലോകത്ത് സമാധാനത്തോടുകൂടെ, ശാന്തിയോടുകൂടെ, മനഃശാന്തിയോടുകൂടെ എങ്ങനെ ജീവിക്കുവാനായിട്ട് കഴിയും എന്ന തിരിച്ചറിവാണ്. വിജ്ഞാനം പങ്കിടലാണ് ഈ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. പ്രാക്ടിക്കൽ വിസ്ഡം, പ്രായോഗികമായ അറിവുകൾ, സദ്ഭാവങ്ങൾ, സത്സ്വഭാവങ്ങൾ,
ഇതൊക്കെ ഈ ജ്ഞാനത്തിൻ്റെ അനുഭവമാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ ഈ ജ്ഞാനത്തിൻ്റെ മറ്റൊരു അടിസ്ഥാന ശിലയാണ്. എന്താണ് സ്നേഹം? എന്താണ് അനുകമ്പ? എന്താണ് പാരസ്പര്യത? എന്താണ് പ്രോത്സാഹനം? എന്താണ് ദയ? ഇതൊക്കെ പഠിപ്പിക്കുവാൻ കഴിയുന്ന ജ്ഞാനത്തിനുപരിയായി ജ്ഞാനി പകർന്നു നൽകുന്ന ജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. വിജ്ഞാനത്തിൻ്റെ തപസ്യ അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ മൂല്യത്തെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന അനുഭവം. ആത്മബോധത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ ബോധം, സ്പിരിച്വൽ അവയർനെസ്. ആ ആത്മീയ ബോധത്തിലൂടെ ഉള്ളെടുക്കുന്ന നമ്മെക്കുറിച്ചുള്ള സമഗ്രമായൊരു ജ്ഞാനം, ഭൂമിയുടെ ഗതിയെക്കുറിച്ച് തന്നെ, ചരിത്രത്തിൻ്റെ ഗതിയെക്കുറിച്ച് തന്നെ, ചരിത്ര നിർമ്മിതിയിൽ പങ്കാളികളായിരിക്കുന്ന നാം തിരിച്ചറിയുന്ന ആ ജ്ഞാനത്തിൻ്റെ അനുഭവമാണ് ദൈവം ജ്ഞാനിക്ക് നൽകുന്നത്. മറുവശത്ത് അതോട് ചേർന്ന് നാം ചിന്തിക്കുന്നത് മൂഢന്മാരുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, സവിശേഷതകൾ എന്തെല്ലാമാണ്. മൂഢന്റെ ഹൃദയം എന്നിലുണ്ടോ എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? അഹങ്കാരമാണ് മൂഢന്റെ മുഖമുദ്ര. മൂഢന്റെ ഹൃദയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അവിവേകമാണ്. ഓരോ സാഹചര്യ യാഥാർത്ഥ്യങ്ങളെയും സമഗ്രമായി വിലയിരുത്താതെ, തൻ്റെ പരിമിതികളെ മനസ്സിലാക്കാതെ പ്രതികരിക്കുവാൻ ശ്രമിക്കുന്ന അനുഭവം, അവിവേകത്തിൻ്റെ അനുഭവം. മൂഢന്റെ സ്വഭാവം, മൂഢന്റെ ഹൃദയത്തിൻ്റെ സ്വഭാവം പൊങ്ങച്ചമാണ്. വലിയ അവകാശവാദങ്ങൾ, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മൗഢ്യ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമെന്നോണം പറഞ്ഞു നടക്കുന്നവൻ മൂഢൻ. ക്ഷമാശീലമില്ലായ്മ അവരുടെ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. മൂഢൻ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സദൃശവാക്യം ജ്ഞാനിയുടെ അധരങ്ങൾ പരിജ്ഞാനം പൊഴിക്കുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ ആ സദൃശവാക്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ നാം ചോദിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഹൃദയം നേരുള്ളതല്ലാതായാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? ചിലരുടെ ഹൃദയത്തിൽ സ്നേഹമാണ്, ചിലരുടെ ഹൃദയത്തിൽ പകയാണ്, ചിലരുടെ ജീവിതത്തിൽ അസത്യമാണ്, ചിലരുടെ ഹൃദയത്തിൽ സത്യവും നീതിയുമാണ്. ഹൃദയം ചൊവ്വുള്ളതായി തീർന്നില്ല എങ്കിൽ, ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് നേരില്ലായ്മയാണെങ്കിൽ അതെങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു? വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണത്. ഹൃദയം എവിടെ നേരില്ലാതായി മാറുന്നുവോ അവിടെ ആന്തരിക സംഘർഷം ഒരു നിരന്തര യാഥാർത്ഥ്യമാണ്. ഏതു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ശരി ഏത് എന്ന അറിവ് ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ശരിയല്ല എന്നറിഞ്ഞിട്ടും ആ വഴിയെ പോകുന്ന ദുഷ്ടത, അന്യായവും അക്രമവും പാടില്ല എന്നറിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഹൃദയം മരവിച്ചു പോയ അവസ്ഥയിൽ അന്യായത്തിൻ്റെയും അക്രമത്തിൻ്റെയും അഴിമതിയുടെയും പന്ഥാവിൽ സഞ്ചരിക്കുന്നവരുടെ യാഥാർത്ഥ്യം. ആന്തരിക സംഘർഷം നേരില്ലാത്ത ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നേരില്ലാത്ത ഹൃദയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വ്യക്തതയില്ലായ്മയാണ്. പുകമറ സൃഷ്ടിക്കപ്പെടുന്ന യാഥാർത്ഥ്യം. താൻ ചെയ്യേണ്ടത് എന്തെല്ലാമാണ്, ചെയ്യരുതാത്തത് എന്തെല്ലാമാണ് എന്ന ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും അരുതാത്ത ഇടങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടവരായി നാം മാറുന്നത്. അത് ജീവിതത്തിൽ വളരെയധികം ദോഷങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചിലപ്പോൾ
തിരിച്ചു വരുവാൻ കഴിയാതെ വണ്ണം അഗാധതകളിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് തള്ളുകയും ചെയ്യുമെന്ന് ഓർക്കണം. ഹൃദയം നേരില്ലാതായി തീർന്നാലോ അവിടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. നേരുള്ളിടങ്ങളിൽ ദൈവം വാഴുന്നു, നേരുള്ളിടങ്ങളിൽ ദൈവാത്മാവ് വാഴുന്നു, നേരുള്ളിടങ്ങളിൽ ദൈവ സാന്നിധ്യം വാഴുന്നു, നേരുള്ളിടങ്ങളിൽ ദൈവജ്ഞാനം വാഴുന്നു, നേരുള്ളിടങ്ങളിൽ ദൈവ ആത്മാവ് വാഴുന്നു. ഈ ദൈവ സാന്നിധ്യം നേരില്ലായ്മയിലൂടെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാകുമ്പോൾ, വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ നങ്കൂരമാകുമ്പോൾ, നേരില്ലായ്മ നങ്കൂരമില്ലാതെ അലകടലിൽ ആയിപ്പോയ കപ്പലിൻ്റെ അവസ്ഥയിൽ ആടി ഉലയുന്ന അനുഭവത്തിൽ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അഹങ്കാരം, ഞാൻ എന്ന ഭാവം, എന്നിൽ തന്നെ ആശ്രയം വയ്ക്കുന്ന അനുഭവം നേരില്ലായ്മയുടെ അനുഭവത്തിൽ വർദ്ധിച്ചു വരുന്നു. പാപത്തിൻ്റെ ബോധ്യം നേരില്ലായ്മ നഷ്ടമാക്കുന്നു. അന്യായ മാർഗങ്ങൾ, അപരൻ്റെ കണ്ണുനീര് പൊഴിച്ചാലും സ്വാർത്ഥമായി എനിക്ക് ലാഭമുണ്ടായാൽ മതി എന്ന ചിന്ത, അപരൻ വേദനിച്ചാലും, സമൂഹങ്ങൾ തളർന്നാലും, സമൂഹങ്ങൾ തകർന്നാലും എനിക്ക് ലാഭമുണ്ടായാൽ മതി എന്ന ചിന്ത, ആ സ്വാർത്ഥ മോഹമാണ് പ്രിയരെ ഇന്ന് ലോകത്തിലെ ഒരുപാട് രക്തരൂക്ഷിത കലാപങ്ങൾക്ക് കാരണമായി തീരുന്നത്. അപരൻ്റെ കണ്ണുനീര് കണ്ടിട്ട് സാരമില്ല എന്ന ബോധ്യം നേരുള്ളൊരു ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. എവിടെ നമുക്ക് നേര് നഷ്ടപ്പെടുന്നുവോ അവിടെ സാന്ദ്രത നഷ്ടപ്പെടുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു, അവരിനോടുള്ള കരുതൽ നഷ്ടപ്പെടുന്നു. ആ അനുഭവം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയുന്നതിനേക്കാൾ ഭീതിതമായ ഒരനുഭവമാണ്. നേരില്ലാത്ത ഇടത്തിൻ്റെ വേദനാജനകമായ മറ്റൊരു പ്രത്യേകത ലജ്ജാബോധം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പാപബോധം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. തിന്മയിൽ വീണുപോകാതിരിപ്പാൻ മനസ്സാക്ഷി മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് ലജ്ജ. ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് പാപബോധം. എന്നാൽ പാപബോധം നമുക്ക് നഷ്ടപ്പെടുമ്പോഴോ എന്ത് ചെയ്താലും സാരമില്ല എന്ന മൃഗീയമായൊരവസ്ഥയിലേക്ക് നാം ചെന്നുപെടുന്നു. ലജ്ജ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, അരുതാത്തത് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാതെ അത് ചെയ്യുന്ന അവസ്ഥയിൽ ചെന്നെത്തുന്നു. അതിൻ്റെ പ്രതിഫലനം മനസ്സിൻ്റെ കാഠിന്യമായി മാറുന്നു. ഹൃദയം നേരുള്ളതല്ലാതായി മാറുമ്പോൾ അവിടെ പ്രതിഫലിക്കുന്നത് വ്യാജ ഭാവങ്ങളാണ്. സ്നേഹമില്ലാതെ സ്നേഹം നടിക്കുന്നവരായി, ദയയില്ലാതെ ദയ നടിക്കുന്നവരായി മാറുമ്പോൾ ബന്ധങ്ങൾ തളരുന്നു, ബന്ധങ്ങൾ തകരുന്നു. ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ കഴിയാതെ, ആ സ്നേഹത്തിൽ ഉല്ലസിക്കുവാൻ കഴിയാത്ത അവസ്ഥകളിൽ നാം ചെന്നുപെടുന്നു. അവിടെ ദൈവ അനുഗ്രഹത്തിൻ്റെ നഷ്ടവും ദൈവ സാന്നിധ്യ ബോധത്തിൻ്റെ നഷ്ടവും നമുക്കുണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാശത്തിലേക്ക്, വിനാശത്തിലേക്ക് വഴിവെട്ടിത്തീരുകയാണ് ആ അനുഭവങ്ങളിൽ നാം. സദൃശവാക്യത്തിൽ അതുകൊണ്ട് തന്നെ 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല എന്ന് പറയുമ്പോൾ, ഇന്ന് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ എന്തെല്ലാമാണ്? അറിവ് അത് പങ്കിടാനുള്ളതാണ്. അറിവ് നിരന്തര സമ്പാദനത്തിനും നിരന്തര പങ്കുവയ്ക്കലിനുമുള്ളതാണ്. ജീവിതം ജീവിച്ചു കാട്ടി നാം ഈ ജ്ഞാനം പങ്കുവയ്ക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ജ്ഞാനമുള്ളിടത്ത് നേര് വാഴുന്നു, നാവ് ന്യായം വിതറുന്നു, ഹൃദയം
സത്യം വാഴുന്ന ഇടങ്ങളായി മാറുന്നു. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്ന അധരങ്ങളാണ്. യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ അധരങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ആ വാക്കുകൾ ജീവദായകമായിരുന്നു, ആശ്വാസദായകമായിരുന്നു, സ്നേഹസാന്ദ്രമായിരുന്നു, അത് സൗഖ്യദായകമായിരുന്നു, അത് സംസാരിക്കേണ്ടിടങ്ങളിൽ ധൈര്യപൂർവം സംസാരിക്കുവാൻ ആർജവം കാട്ടിയവയായിരുന്നു, സത്യം വിളിച്ചു പറയുവാൻ മടിയില്ലാത്തതായിരുന്നു, നീതിക്കു വേണ്ടി നിലപാടെടുക്കുവാൻ കഴിയുന്നതായിരുന്നു. ജ്ഞാനിയുടെ അധരം അതുകൊണ്ട് തന്നെ പരിജ്ഞാനം വിതറുന്നു. കർത്താവ് പറഞ്ഞ എത്രയോ എത്രയോ പരിജ്ഞാന മുത്തുകൾ ഇന്നും, എത്രയോ ഉപമകൾ ഇന്നും നാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ആ മാതൃക നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ജ്ഞാനിയുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്ന അനുഭവങ്ങളാണ്. മൂഢന്മാരുടെ ഹൃദയം, ആ ഹൃദയത്തിൽ നേര് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ നേരുള്ളവയാണോ, സത്യമുള്ളവയാണോ, നീതിയുള്ളവയാണോ, ധർമ്മബോധമുള്ളവയാണോ എന്ന് നിരന്തരം ചോദിക്കുവാൻ നമുക്കാകണം. ജ്ഞാനി അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിനെക്കുറിച്ചും നമ്മുടെ ഹൃദയത്തെക്കുറിച്ചും നിരന്തരം നമ്മോട് പറയുമ്പോൾ, ഈ രണ്ട് തട്ടിൽ ജ്ഞാനിയെയും മൂഢനെയും വെച്ചിട്ട് നീ എവിടെ നിൽക്കുന്നുവെന്ന് നമ്മോട് ചോദിക്കുമ്പോൾ, പരിജ്ഞാനത്തിൻ്റെയും നേരില്ലായ്മയുടെയും യാഥാർത്ഥ്യങ്ങളെ രണ്ട് തട്ടുകളിലാക്കി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ, ഈ സദൃശവാക്യം എന്നോടും നിങ്ങളോടും പറയുന്ന പരമപ്രധാനമായ ചില സത്യങ്ങളുണ്ട്. അതിനെ മനോഹരമായി ജ്ഞാനി ക്രോഡീകരിച്ചിരിക്കുന്നു 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ. ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ഈ സങ്കീർത്തനത്തിൻ്റെ, ഈ സദൃശവാക്യത്തിൻ്റെ അവഗാഹമായ അർത്ഥതലങ്ങൾ തിരിച്ചറിയുവാൻ, ഈ സദൃശവാക്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പൊരുൾ ഗ്രഹിക്കുവാൻ സർവജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ജ്ഞാനമുള്ള അധരങ്ങളുള്ളവരായി, നേരുള്ള ഹൃദയങ്ങളുള്ളവരായി ജീവിപ്പാൻ സ്വർഗീയ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.